അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സൈക്കിൾ വാസ് പർച്ചേസ്ഡ് ഫോർ ₹1,600 ആൻഡ് സോൾഡ് ഫോർ ₹1,400 ആൻഡ് ഫൈൻഡ് ദ ലോസ് പെർസെന്റേജ്. എത്രയാണ് ലോസ് പെർസെന്റേജ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോ ഇവിടെ 1600 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഇത്ര രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ₹1600. എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സെല് ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 1400 രൂപയ്ക്കാണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ അതിനെ SP എന്നല്ലേ എടുക്കുക. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു ₹1400. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്ന അപ്പോ സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ലോസ് എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. എന്നാലേ ലോസ് പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ പോരെ? യെസ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1600 രൂപയാണ്, മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1400 ഇസ് ഈക്വൽ ടു ₹200 എന്ന് കിട്ടും. 200 രൂപയാണ് ഇവിടെ അയാൾക്ക് വന്നിട്ടുള്ള ലോസ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്ത ആൾക്ക് വന്നിട്ടുള്ള ലോസ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോസ് പെർസെന്റേജ് ആണ്. അപ്പൊ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താണ്? ലോസ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു ലോസ് എത്രയാണോ അത് കോസ്റ്റ് പ്രൈസിൽ എത്ര, ആ ഒരു റേഷ്യോ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇത്ര വാങ്ങിച്ചു, അതിൽ എത്ര ലോസ് ഉണ്ടായി, ആ ഒരു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് എത്രയാണെന്ന് കിട്ടും എന്ന് നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ ലോസ് എന്ന് പറയുന്നത്, ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ലോസ് 200 ആണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1600 ഇൻറ്റു 100. ഓക്കെ, സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽസ് 100 ഡിവൈഡഡ് ബൈ 8. ഇതിനൊന്ന് ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം 12, അപ്പോ 96 വരും. ബാക്കി ഒരു 4. അപ്പൊ ഏകദേശം നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. യെസ്, 12. ഈ ഒരു വാല്യൂ മതി നമുക്ക്. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ വേണ്ട. ഓപ്ഷൻ നോക്കൂ. 10%, 12.5%, 15% ആൻഡ് 20%. ഇതാണ് ഓപ്ഷൻ. അപ്പൊ ഏകദേശം അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 12 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് ബി, 12.5%. 12.5% ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. സോറി, എ മൊബൈൽ ഫോൺ ഈസ് സോൾഡ് ഫോർ ₹5060. ഓക്കെ, 5060 രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വിറ്റു അറ്റ് എ ഗെയിൻ ഓഫ് 10%. അപ്പൊ അവിടുത്തെ ഗെയിൻ 10%, അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 10% എന്ന് പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സോൾഡ് ഫോർ ₹4370. അപ്പോ ഇതേ മൊബൈൽ തന്നെ 4370 രൂപയ്ക്കാണ് വിറ്റിരുന്നതെങ്കിൽ എത്രയായിരിക്കും ഗെയിൻ അല്ലെങ്കിൽ ലോസിന്റെ പെർസെന്റേജ്? എത്ര ലോസ് ഉണ്ടാവും, എത്ര ഗെയിൻ ഉണ്ടാവും എന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ കണ്ട ഒന്നും പറയാൻ പറ്റില്ല. അതായത് 5060 രൂപയ്ക്ക് ഒരു ഫോൺ വിറ്റപ്പോഴത്തേക്ക് 10% അവിടെ ലാഭം കിട്ടി. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊരു ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് അറിയാൻ. അതേ ഫോൺ തന്നെ ഇത്ര രൂപയ്ക്ക് വിറ്റാല് അവിടുത്തെ ലോസ് പെർസെന്റേജ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത് ഒരു ലോസ് ആണോ ഗെയിൻ ആണോ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? കോസ്റ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 5060 ആണ്. ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ട് 10%. അപ്പോ സെല്ലിംഗ് പ്രൈസും ഞാനതൊന്ന് എഴുതാം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ഇത്രയും രൂപ. ഇനി പ്രോഫിറ്റ് പെർസെന്റേജ് ഞാൻ P എന്നിടാം. അത്
10% ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. ഞാൻ പ്രോഫിറ്റ് പെർസെന്റേജ് പി എന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5060 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്താണ് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോ നമുക്ക് ടൈം ആവാറായി. അപ്പൊ ഇതിനൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ₹4600 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ എന്താണ് 4600 രൂപയാണ് ഇവിടെ അതിന്റെ കോസ്റ്റ് പ്രൈസ്. പക്ഷെ അതിപ്പോ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? വിൽക്കുന്നതല്ല, അവിടെ കണ്ടീഷനാണ് പറഞ്ഞത്. ഇത് ഇത്ര രൂപയ്ക്കാണ് വിറ്റിരുന്നെങ്കിൽ, അപ്പൊ അവിടെ വിറ്റിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എത്രയാണ്? 4370 രൂപയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 4600 രൂപയ്ക്കുള്ള സാധനത്തിന് 4370 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? ഒരു ലോസ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഒരു ലോസ് ആയിരിക്കും. അപ്പോൾ ആ ലോസ് എത്ര എന്ന്, ആ ലോസിന്റെ പെർസെന്റേജ് എത്ര? അത് 5% ആണോ 10% ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദർ ഇസ് എ ലോസ്. അത്രയും കിട്ടിയല്ലോ. ഇനി ആ ലോസ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ പോരെ? ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇതൊന്ന് ഇക്വേഷൻ എന്ന് പറയുന്നത് ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ലോസ് എത്രയാണോ അതിനെ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ലോസ് എത്രയാണ്? ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 4600 മൈനസ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷണൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 4370 ഡിവൈഡഡ് ബൈ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4600 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇതൊന്ന് ചെയ്തു വരുമ്പോ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 5% എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് 5% ലോസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്, ഇനി അടുത്തതിലോട്ട് പോവാം. Next question. A table is sold at a profit of 20%. If the cost price and selling price are 200 less, then the profit would be 8% more. Then find the cost price. എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുമായിട്ടാണ് ഒരു റിസംബ്ലൻസ് ഉള്ളത്? നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒരേ എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഇനിഷ്യലി ഒരു പ്രോഫിറ്റ് ഉണ്ടാവും, കുറച്ച് പ്രോഫിറ്റ് ഇൻക്രീസും ഉണ്ടാവും. ആ ഇനിഷ്യൽ പ്രോഫിറ്റ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് നമുക്ക് അറിയാമെങ്കിൽ എത്രയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസ് CP is equal to ഇനിഷ്യൽ പ്രോഫിറ്റ്, ഞാൻ അതിനെ I% എടുക്കാമേ, പ്ലസ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, ഞാൻ അതിനെ IN% എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് IN% ഇൻറ്റു എത്രയാണോ കൂടിയത്. ഇപ്പൊ ഇവിടെ 200 അല്ലേ കൂടിയത്, അപ്പൊ എത്രയാണ് കൂടിയത് ആ ഒരു അളവ്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. എ ടേബിൾ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. സോ ദ ഇനിഷ്യൽ പ്രോഫിറ്റ് വാസ് 20%. If the cost price and selling price are 200 less, then the profit would be 8% more. അപ്പൊ ഇത്ര കൂടും എന്നാ പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ പെർസെന്റേജ് എന്ന് പറയുന്നത് 20%, ഫൈനൽ ഇൻക്രീസ് ഇൻ പെർസെന്റേജ് എന്ന് പറയുന്നത് 8%. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 20 + 8 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു നമ്മുടെ എ എത്രയാണ് ഇവിടെ? കുറഞ്ഞ 200, അപ്പൊ ഇൻറ്റു 200. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എത്ര വരും? ഇതിനെ കട്ട് ചെയ്യാമല്ലോ, നമുക്ക് 25 എന്ന് എഴുതാമല്ലോ. അപ്പൊ 28 ഇൻറ്റു 25 എന്ന് വരും. അപ്പൊ 25 ഇൻറ്റു 25 എന്ന് പറയുമ്പോഴേ 625 പ്ലസ് ഒരു 3, അപ്പൊ 625 എന്താ 625 പ്ലസ് ബാക്കി ഒരു 28 അല്ലേ, അപ്പൊ ഒരു 3 എണ്ണം കൂടെ ഉണ്ട്, അപ്പൊ 75. അപ്പൊ ആൻസർ എത്ര വരും? ഒരു 700 ഉണ്ടോ? യെസ്, ഇതാ ഇവിടെ ഓപ്ഷൻ എ കിടക്കുന്നു 700. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ.
അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചധികം ടൈം നമുക്ക് വേണ്ടി വരും. ഒരു ക്വസ്റ്റിന് തന്നെ ചിലപ്പോൾ മോർ ദാൻ 5 മിനിറ്റ്സോ ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത്രയും പാടുപെടേണ്ട. നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കണ്ടീഷൻ ആയിട്ട് തന്നെ അത് പഠിപ്പിച്ചത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്. If the cost price of 15 tables is equal to the selling price of 20 tables, find the loss percentage എന്നാണ് ക്വസ്റ്റ്യൻ. The cost price of 15 tables be equal to selling price of 20 tables, then find the loss percentage. അപ്പൊ ഇവിടെ എന്താണ് കോസ്റ്റ് പ്രൈസ്? നമ്മളിവിടെ ഒരു കണ്ടീഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോസ്റ്റ് പ്രൈസ് എക്സ് നമ്പർ ഓഫ് ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസും അതുപോലെ വൈ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണെങ്കിൽ, എന്നുകൂടെ ഞാൻ പറയാം, എക്സ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസും വൈ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റോ ലോസോ അതെന്തോ ആയിക്കോട്ടെ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 എന്നാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ക്. കാരണം ഇവിടെ 15 ടേബിൾസ് വാങ്ങി. അപ്പോൾ ഈ 15 ടേബിൾസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 ടേബിൾസിന്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെന്റേജ് എത്ര? ഇത് കാണുമ്പോഴേ നമുക്കറിയാം 15 ടേബിൾസ് വാങ്ങിയിട്ട് അതേ പൈസക്ക് 20 ടേബിൾസ് വിൽക്കുകയാണ്. അപ്പൊ 5 ടേബിൾസിന്റെ ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകും, നഷ്ടമാണ്. അപ്പൊ അത് എത്ര രൂപ നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നഷ്ടമാണോ ലാഭമാണോ അത് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? ആദ്യം 15 ടേബിൾ ഉണ്ടായിരുന്നു. അപ്പം എക്സ് എന്ന് പറയുന്ന 15 ആണ്, മൈനസ് വൈ രണ്ടാമത് വിൽക്കുന്ന എത്ര എണ്ണമാണോ അതിന്റെ എണ്ണമാണ്, വിലയല്ല എണ്ണമാണ്, അത് 20 ആണ്, ഡിവൈഡഡ് ബൈ വൈ 20 ആണ്, ഇൻറ്റു 100. അപ്പൊ ഇത് -5 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. ഓക്കെ, അപ്പോ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതും ക്യാൻസൽ ആയി പോവും. 5 എന്ന് വരും. 5 into y 25. അപ്പൊ -25% ആണ്. ഓക്കെ, അപ്പൊ അതാ ഇവിടെ നമുക്കൊരു മൈനസ് കിട്ടി. ഞാൻ ആ ഒരു ഇക്വേഷൻ പഠിപ്പിച്ച സമയത്ത് അതിന്റെ താഴെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മൈനസ് വന്നു കഴിഞ്ഞാൽ ലോസ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ലോസ് പെർസെന്റേജ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ടാണ് ഓപ്ഷൻസിൽ മൈനസ് ഇല്ലാത്തത്. ഓപ്ഷൻസിൽ എന്തായാലും 25% ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 25% ആണ് നമ്മുടെ ഉത്തരം. ആൻസർ ഈസ് 25%. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ്, ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെന്റേജ്. അപ്പോൾ ഇവിടെ എന്താണ്? 20 ആർട്ടിക്കിൾസ് ആണ് വാങ്ങിയത്, എന്നിട്ട് അതേ പൈസക്ക് 18 എണ്ണം വിറ്റു. അപ്പോൾ ബാക്കി വരുന്ന 2 എണ്ണം അതിന്റെ ക്യാഷ് ആണ് നമുക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്താണ്? എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 എന്ന് പറയുന്ന ആ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 20 ആണ് ആദ്യം വാങ്ങിച്ചത്. വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്താണ്? 20 മൈനസ് 18 ഡിവൈഡഡ് ബൈ വൈ അല്ലേ? അപ്പൊ 18 ഇൻറ്റു 100. യെസ്, ഈക്വൽ ടു 2/18 ഇൻറ്റു 100. ഇവിടെ ഇതും ക്യാൻസൽ ആയി പോയിട്ട് 9 എന്ന് എഴുതാം. ഈക്വൽ ടു 100/9. സോറി, 900 അല്ല, 100 ഡിവൈഡഡ് ബൈ 9.
ഇത്രയും പെർസെൻറ്റേജ്. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകണ്ട, കാരണം 100/9 എന്തായാലും ഒരു പൂർണ്ണസംഖ്യ കിട്ടൂല എന്ന് നമുക്കറിയാം. അപ്പോ 10, 12, 13 നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഈ ആൻസറിൽ നോക്കൂ, 11 അത് ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ ഇത് കുറച്ച് ഇതായപ്പോഴാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്നത് 11 1/9. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇത്രയും പെർസെൻറ്റേജ് ഇങ്ങനെ, ഇതാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, 111/9 എന്ന് പെട്ടെന്ന് വായിക്കേണ്ട, ഇതാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് കാണുമ്പോഴേ നമുക്കറിയാം നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടാനായിട്ട് പോകുന്നില്ല, കംപ്ലീറ്റ് നമ്പർ കിട്ടാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല ഡിനോമിനേറ്ററിലെ 9 ആണ്. ആ 9 താണ്ട് ഇവിടെയും ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് വേറെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല, ഓപ്ഷൻ ബി തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നമുക്ക് അത് മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the cost price of 6 articles is equal to the selling price of 4 articles, find the gain percentage. അപ്പോൾ ഇവിടെ 6 വാങ്ങി എന്നിട്ട് അതേ പൈസക്ക് 4 വിറ്റു. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് തന്നെയാണല്ലോ. അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ the cost price of 6 articles is equal to the selling price of 4 articles, then find the gain percentage എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമുക്ക് ഇത് തന്നിട്ടില്ലല്ലോ, എത്രയാണെന്ന് തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരു ചെറിയൊരു കാര്യം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. യെസ്, നമുക്ക് ഈ ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസിനെ നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ, അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, 6x. ഞാൻ മറ്റൊരു രീതിക്ക് ചെയ്യാണ്, അതായത് ബാക്കി 2 കണക്കുകളും ഡയറക്റ്റ് ആയിട്ട് ചെയ്തു, ഇതിനെ മറ്റൊരു രീതിക്ക് ചെയ്യാം. അപ്പോ 6 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും, 6x ആയിരിക്കും. 6 ആർട്ടിക്കിൾ വാങ്ങിച്ചു, അപ്പൊ തീർച്ചയായിട്ടും കോസ്റ്റ് പ്രൈസ് 6x ആയിരിക്കും. ഓക്കെ, ഇനി 4 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4x ആയിരിക്കും. അതായത് ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് x ആണെങ്കിൽ 6 വാങ്ങിച്ചാൽ 6x ആവും. അതുപോലെ 4 വാങ്ങിച്ചാൽ എന്താവും, 4x ആവും അതിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോ ആ കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ആർട്ടിക്കിളും സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിൾസ് എത്ര വരും, സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിൾസ്, 4 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 6x ആയിരിക്കും. അതായത് എന്താണ്, കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിൾസ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അല്ല, കറക്റ്റ് വാല്യൂ തന്നെയാണ്, 6x തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടായ ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് മറ്റൊരു രീതിക്ക് നമ്മൾ ചെയ്യാണ്. ചിലപ്പോൾ ഈ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇത്ര രൂപ എന്ന് തന്നിരിക്കും, ഒരു ആർട്ടിക്കിളിന്റെ ക്യാഷ് ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എക്സിന് പകരം ഒരു 50ഓ 60ഓ അങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ പൈസ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്തിട്ട് ആ ക്യാഷ് കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ സെയിം മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത എന്താണ്, ജസ്റ്റ് ആ നമ്പർ മാത്രം തന്നിരിക്കുന്നു, ആ നമ്പറിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു, ആ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നു. അവിടെ നമുക്ക് പെർസെന്റേജേ കിട്ടുള്ളൂ. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസോ സെല്ലിംഗ് പ്രൈസോ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടോ പഠിക്കേണ്ടതായിട്ടോ വരുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായ ഗെയിൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാലാണ് നമ്മുടെ പ്രോഫിറ്റ് കിട്ടുക എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ₹6x ആണ്. ഓക്കെ, ഇനി ഈ 4 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 4x. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് ₹2x ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ആർട്ടിക്കിളിന്റെ പൈസയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്, 2x ആണ് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പൊ ഗെയിൻ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഗെയിൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 2x ഡിവൈഡഡ് ബൈ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് അത് 4x ആണ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എക്സ്ക്യൂസും ക്യാൻസൽ ആയി 1/2. അപ്പൊ 100/2 എന്താണ്, 50% എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം 50% ആണ്. അല്ലാതെ ഡയറക്റ്റ് ഇക്വേഷനിലും നമുക്ക് കൊടുത്ത് ചെയ്യാം. അപ്പൊ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്താലുള്ളൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില സാഹചര്യങ്ങളിൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞു വരും, എന്നിട്ട് അത് എത്ര എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഈ ഒരു
ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കി ആ ഒരു കോസ്റ്റ് പ്രൈസ് ഒരെണ്ണത്തിന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 6x 4x കണ്ടുപിടിക്കാനായിട്ട് പാടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ കോസ്റ്റ് പ്രൈസും റെസ്പെക്റ്റീവ് സെല്ലിംഗ് പ്രൈസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പെർസെന്റേജുകളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, എ ഷോപ്പ് കീപ്പർ സോൾഡ് ടു radios. A shopkeeper sold 2 radio set for rupees 792 each, gaining 10% on one and losing 10% on the other. Then what is the result? അപ്പോ ഇവിടെ ഇതേപോലൊരു കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എന്താണ്, ഇത്ര പെർസെന്റേജ് ഒരു പൈസക്ക് സെയിം ക്യാഷിന് 2 ഐറ്റം വാങ്ങി. അതിൽ ഒരെണ്ണം വിറ്റപ്പോ 10% ലോസും സംഭവിച്ചു, ഒരെണ്ണം വിറ്റപ്പോ 10% ഗെയിനും കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട്, ദ ടോട്ടൽ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അപ്പോ ഓപ്ഷനിൽ നോക്കുക, ആ റിസൾട്ട് എന്താണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ആ 2 കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക അത് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ നോക്കിക്കോളൂ. ഇവിടെ ആൻസർ നോക്കൂ, ഗെയിൻ ഓഫ് 1%, ലോസ് ഓഫ് 1%, ഗെയിൻ ഓഫ് 5% എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഗെയിൻ ഓർ ലോസിന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലൊരു കണ്ടീഷൻ കണ്ടിട്ടുണ്ട്. അതായത് എക്സ് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഐറ്റം, ഒരെണ്ണം 2 ഐറ്റങ്ങൾ, അതിൽ ഒരെണ്ണം P% ലോസിലും മറ്റൊരെണ്ണം P% ഗെയിനിലും നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഓവറോൾ ലോസ് അല്ലെങ്കിൽ ഓവറോൾ സംഭവിക്കുന്ന ഒരു ലോസ് തന്നെയായിരിക്കും. ആ ഓവറോൾ ലോസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? P² divided by 100% ആണ്. P² divided by 100%. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ചോദിക്കുന്നത് അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലോസ്, അതായത് എത്ര രൂപ നഷ്ടപ്പെട്ടു. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വാട്ട് ഈസ് ദ എമൗണ്ട് ലോസ്റ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചില ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാനായിട്ട് യു ഹാവ് ടു യൂസ് ദ ഇക്വേഷൻ 2P² x divided by 100² minus P² എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇക്വേഷന്റെ ആവശ്യമില്ല. ഈ 2 ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. പക്ഷേ ഈ ഒരു ഇക്വേഷന്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ മാത്രം മതി. അപ്പൊ ഒന്ന് നോക്കിക്കോളൂ, ഇവിടെ P² divided by 100 ആണ്. അതിൽ P എന്ന് പറയുന്നത് എന്താണ്? P% ലോസോ P% ഗെയിനോ സംഭവിച്ചാൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ P%, അതായത് ലോസിന്റെയോ ഗെയിനിന്റെയോ പെർസെന്റേജ് ആണ് അവിടെ P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ P 10 ആണ്, അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. 10² എന്ന് പറയുന്നത് എന്താണ്? 100 തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 100 divided by 100 ഈക്വൽ ടു 1% ആണ്. അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ ഗെയിൻ നമുക്ക് ഉണ്ടാവത്തില്ല, തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? ലോസ് തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, 2P² x എന്ന് പറയുന്ന x ആണോ 792? യെസ്, ടോട്ടൽ, അതായത് അത് ആ 2 ഐറ്റവും വാങ്ങിച്ച ക്യാഷ്. ഓക്കെ, 2ന്റെ കൂടെ അല്ല, ഒരെണ്ണത്തിന്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a person sold a table at a profit of 6.5%. If he had sold it for rupees 1250 more, then he would have gained 19%. Then find the cost price of the table. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരാള് എന്ത് ചെയ്തു, ഒരു ടേബിൾ വിറ്റപ്പോ അയാൾക്ക് 6.5% പ്രോഫിറ്റ് കിട്ടി. അതേ ടേബിൾ തന്നെ അയാൾ ഒരു 1250 രൂപ വില കൂട്ടി വിറ്റപ്പോൾ അയാളുടെ പ്രോഫിറ്റ് 19% കൂടി. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കായിരിക്കും ആ ടേബിൾ വാങ്ങിച്ചിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാള് അതായത് ഒരു സെല്ലർ എത്രയാണ്, ഒരു ഐറ്റം A% പ്രോഫിറ്റിലോ ലോസിലോ ആണ് കൊടുത്തോണ്ടിരുന്നത്. ഓക്കെ, ഇനി അതേ പ്രൈസിന്റെ അതേ ഐറ്റത്തിന്റെ വില അയാൾ എന്താണ് ഇത്ര ഒരു എമൗണ്ട്. അപ്പൊ ഇവിടെ ആ കൂട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1250 അപ്പൊ നേരത്തെ നമ്മൾ ഇക്വേഷനിൽ പഠിച്ച എനിക്ക് ക്യാപിറ്റൽ R ആണ് അല്ലെ, ക്യാപിറ്റൽ R റുപ്പീസ്. ഇത്രയും റുപ്പീസ് അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അയാളുടെ പ്രോഫിറ്റിന്റെയോ ലോസിന്റെയോ പെർസെന്റേജ് മാറും. ആ പെർസെന്റേജും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യനിൽ പഠിച്ചത് കോസ്റ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഐറ്റം
CP is equal to R divided by B plus or minus A into 100 എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, എ പേഴ്സൺ സോൾഡ് എ ടേബിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 6.5 ആൻഡ് അത് കഴിഞ്ഞ് ഇത്രയും രൂപ 1250 രൂപ കൂട്ടിയ സമയത്തും അയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് തന്നെയാണ്, 19% അയാളുടെ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്താ വരിക? ഇവിടെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് രണ്ടും സെയിം ആണ്. അതായത് 6.5% പ്രോഫിറ്റ് ആണ്, 19% പ്രോഫിറ്റ് ആണ്. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ മൈനസ് കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? CP is equal to R divided by B minus A into 100 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ദിസ് 1250 ഡിവൈഡഡ് ബൈ B എന്ന് പറയുന്നത് 19 മൈനസ് A എന്ന് പറയുന്നത് 6.5. 6.5 ഒക്കെ കുറച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഇതിനെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് 6 എന്ന് പറയുമ്പോഴത്തേക്ക് 13ന്റെ ഹാഫ് അല്ലേ, അപ്പൊ അതിന് 13/2 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാം ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇവിടെ LCM ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട് സമയം എടുക്കും. അതുകൊണ്ട് ഈ 90ന്റെ മുകളിലും താഴെയും ഒരു /2 കൊണ്ട് ഇൻറ്റു 2 കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താം. അപ്പൊ എന്താണ്? 1250 ഡിവൈഡഡ് ബൈ 19ന്റെ ഇരട്ടി 20ന്റെ ഇരട്ടി 40 ആണ്. അങ്ങനെയാണെങ്കിൽ 19ന്റെ ഇരട്ടി 38 ആയിരിക്കും. 38 ഡിവൈഡഡ് ബൈ 2 മൈനസ് 13 ഡിവൈഡഡ് ബൈ 2. 2 കോമൺ ആയിട്ട് എടുക്കാം. ആ കോമൺ ആയിട്ട് എടുക്കുന്ന 2 അങ്ങ് മുകളിൽ പോകും അല്ലെ, ഇൻറ്റു 100 കൂടെ ഉണ്ട്. അപ്പൊ 1250 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 38 13 കുറച്ചാല് 10 കുറച്ചാൽ 28, 3 കുറച്ചാൽ 25. സോ 25 ആണ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇതിനെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്താണ്? 1250ന്റെ ഇരട്ടി എത്രയാണ്? 2500 അല്ലേ. സോ 2500 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. ഇതൊന്നും വെട്ടി നമുക്ക് ഇവിടെ 1 എന്ന് കൊടുക്കാം. അപ്പൊ 100 ഇൻറ്റു 100 എത്രയാണ്? 10,000. ഓക്കെ, അപ്പൊ അത് ഓപ്ഷനിലുണ്ടോ? യെസ്, സി ഓപ്ഷൻ ഇതാ ഇവിടെ. അപ്പൊ ആ ഒരു ആള് ആ ഒരു ടേബിൾ വാങ്ങിച്ചത് 10,000 രൂപയ്ക്കാണ്. 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6% പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിന്റെ കൂടെ ഒരു 1250 രൂപയും കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് 19% പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If oranges are purchased at 10 for 20, sorry അവിടെ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. 10 oranges are purchased for ₹25 അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. And 9 oranges are sold at a rate of 25 ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, 10 ഓറഞ്ചുകൾ 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് 9 ഓറഞ്ച് 25 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗെയിൻ ആയിരിക്കും. കാരണം എന്താണ്? ഒരു ഓറഞ്ചിന്റെ ക്യാഷ് നമുക്ക് ലാഭം വരും. 10 വാങ്ങിയിട്ട് 9 നമുക്ക് വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഓറഞ്ചിന്റെ ക്യാഷ് ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അങ്ങനെയുള്ള പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എത്ര? അങ്ങനെ ഫൈൻഡ് ദ ഗെയിൻ പെർസെന്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഇത് പഠിച്ചു. അതായത് ഒരു സെല്ലർ എന്താണ് M ഐറ്റംസ് X വാങ്ങിയിട്ട് N ഐറ്റം Y വിറ്റു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് MY മൈനസ് NX ഡിവൈഡഡ് ബൈ NX ഇൻറ്റു 100. ഇത്രയും പെർസെന്റേജ് ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, അയാൾ ഒരു 10 എണ്ണമാണ് വാങ്ങിയത്, 10 ഓറഞ്ച്. ഓക്കെ, അപ്പം M = എത്ര ആയിരിക്കും? 10.
എന്നിട്ട് അത് വിറ്റത് 25 രൂപയ്ക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 25 എടുക്കാം. എക്സിന് പകരം 25 വരുമല്ലോ. ഇനി അയാൾ വിറ്റത് 9 ഓറഞ്ചേ ഉള്ളൂ. സോ എൻ ഇസ് ഈക്വൽ ടു 9 ആണ്. പക്ഷെ വിറ്റ പൈസ സെയിം തന്നെയാണ്. വൈ അത് എത്ര തന്നെയാണ്? 25 തന്നെയാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ദ ഇക്വേഷൻ ഇതാണ്. അപ്പൊ എം വൈ അപ്പോ 25 ഇൻറ്റു 10 മൈനസ് 25 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 9 ഇൻറ്റു 100. അപ്പൊ ഇവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കാരണം എല്ലാത്തിലും ഓരോ 25 ഉണ്ടല്ലോ. ആ 25 കോമൺ ആയിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഇനി കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ 25 ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം, കാരണം എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പൊ കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ കൂടി വരും. ഞാൻ ഉദ്ദേശിച്ചത് 25 എടുത്തിട്ട് 10 മൈനസ് 9 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്തിട്ട് ഇത് വെട്ടിക്കളയാനാണ്. അതിന്റെ തന്നെ ആവശ്യമില്ല, മൂന്നിലും വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 10 മൈനസ് 9 എന്ന് പറയുന്നത് 1/9 ഇൻറ്റു 100, 1/9 ഇൻറ്റു 100 ഈക്വൽസ് 100/9. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാനൊന്നും പോണ്ട. ഇത് ഒരിക്കലും ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. സോ ബി തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസർ. 11 1/9. ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ ആണ് ആക്ച്വലി. 11 1/9 ഈ സംഗതി. ഇത്രയും പെർസെൻറ്റേജ് ആണ് അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Yes. How much percentage must be added to the cost price of a goods so that a profit of 20% is made after giving a discount of 10% from the market? ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? How much percentage must be added to the cost price of goods so that a profit of 20% is made after giving a discount of 10%? അതായത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കൂട്ടേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഒരു ഗുഡ്സ് 20 വിൽക്കുമ്പോൾ നമുക്ക് 20% പ്രോഫിറ്റ് കൊടുക്കണം. ഓക്കെ, പക്ഷേ 10% ഡിസ്കൗണ്ട് കൊടുത്തേ വിൽക്കാനും പാടുള്ളൂ. അതായത് ഒരു ഗുഡ്സ് 10% ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആളുകളെ ആകർഷിക്കണം. അവരത് വാങ്ങുന്ന സമയത്ത് ആ ഒരു സെല്ലർക്ക് 20% പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുകയും വേണം. ഓക്കെ, എങ്കിലാണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കൂട്ടേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പെർസെൻറ്റേജ് ആണല്ലോ. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസിന് നമുക്ക് തൽക്കാലം 100 എടുക്കാം. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഇരിക്കട്ടെ. കാരണം അല്ലെങ്കിൽ പിന്നെ ആ ഒരു പെർസെൻറ്റേജിനെ വീണ്ടും എന്താക്കേണ്ടി വരും? ആ കോസ്റ്റ് പ്രൈസിനെ പ്രൈസ് ആയിട്ട് കിട്ടിയിട്ട് അതിനെ വീണ്ടും നമുക്ക് പെർസെൻറ്റേജ് ആക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് 100 ആയിട്ട് നമുക്ക് തൽക്കാലം അങ്ങ് വയ്ക്കാം. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഒന്നും തന്നിട്ടില്ല, മാർക്കറ്റ് പ്രൈസ് ഒന്നും തന്നിട്ടില്ല. അതായത് MRP എത്ര രൂപയാണെന്നൊന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് MRPനെ തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. മാർക്കറ്റ് പ്രൈസ് MP എന്നാണ് നമ്മൾ അതിനെ അബ്രിവേറ്റ് ചെയ്തത്. അപ്പൊ അത് നമുക്ക് തൽക്കാലം എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ എക്സ് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഏകദേശം 100 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളതുകൊണ്ടാണ്, അല്ലാതെ എത്ര രൂപയാണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം 20% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? തീർച്ചയായിട്ടും അയാളുടെ സെല്ലിംഗ് പ്രൈസ് 120 ആയിരിക്കണം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 120 ആയിട്ടും എടുത്തു. ഓക്കെ, ഇനി അതിന്റെ മാർക്കറ്റ് പ്രൈസ്, അത് MRP എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിൽ തന്നിരിക്കുന്ന, അതായത് ആ ഒരു ഗുഡ്സിന്റെ MRP നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ 90%. അപ്പൊ അത് എവിടെന്നാ ഈ 90% കിട്ടുന്ന ഒരു സംശയം വേണ്ട. കാരണം എന്താണ്? 10% ഡിസ്കൗണ്ട് കൊടുത്താണ് നമ്മൾ ഇത് വിൽക്കുന്നത്. 10% ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടണം. അതായത് 90% ഓഫ് എക്സ്, അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസിന്റെ 90%, 10% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 90% എടുത്ത് ആ പൈസക്ക് 90% ആയിരിക്കും നമുക്ക് വിൽക്കുന്നത്. ആ വിൽക്കുന്ന ഇത് എത്രയായിരിക്കണം? തീർച്ചയായിട്ടും 120 ആയിരിക്കണം. ഓക്കെ, അപ്പൊ 90% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു എത്രയാണ്? 120. ഓക്കെ, ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 120 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90.
ഓക്കെ, അപ്പോ പൂജ്യവും ഈ പൂജ്യം വെട്ടിപ്പോവും. 120 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 90 അല്ല 9. ഇതും വെട്ടാം, നമുക്കൊരു 4 അല്ലേ? യെസ്, 4 ഇവിടെ 3. അപ്പൊ ആൻസർ എത്ര വരും? ഏകദേശം ഒരു 40 ഇൻറ്റു 10 400 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. അപ്പോ നമ്മുടെ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എക്സ് അല്ലേ? എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മാർക്ക്ഡ് പ്രൈസ്, ആ മാർക്ക്ഡ് പ്രൈസ് 400 ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 100 സംതിങ്, അത് എത്ര വാല്യൂ, നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് വേണ്ട, നമുക്ക് 100 സംതിങ്, അതായത് എക്സ് 100 സംതിങ് ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/3 എന്ന് വരും. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 3 അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കൂട്ടിയാണ് നമ്മൾ അത് വിൽക്കേണ്ടത്? ഹൗ മച്ച് മസ്റ്റ് ബി ആഡഡ് ടു ദ കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിന്റെ കൂടെ എത്ര കൂട്ടണം എന്നുള്ളത്, ആ ഒരു വാല്യൂ ഇവിടെ ഈ 100ന്റെ കൂടെ എത്രയാണോ കൂടിയത് ആ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 100 ആണെന്ന്. അപ്പൊ ആ 100ൽ നിന്നും എത്ര കൂടിയോ 100 ആയതുകൊണ്ട് ആ പെർസെന്റേജും അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ അത് വെച്ചിട്ടുള്ളൊരു വാല്യൂ ഇൻറ്റു 1/3 കിട്ടുന്ന ഒരേ ഒരു വാല്യൂ ഉള്ളൂ 33.13%. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രീസെറ്റ് വാല്യൂ ആണ് CP 100 ആയിട്ട് നമ്മൾ ഓൾറെഡി ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 1331/3. ഇതായിരിക്കും എക്സിന്റെ വാല്യൂ. അത് നമുക്ക് വേണ്ട, വെറുതെ പറഞ്ഞാണ്. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ 400 ഡിവൈഡഡ് ബൈ 3 ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ആൻസർ എന്തായിരിക്കും? 100 സംതിങ് ഡിവൈഡ് ഇൻറ്റു 1/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ പെർസെന്റേജ് ഓഫ് ഹൈക്ക് ഇൻ ദ കോസ്റ്റ് പ്രൈസ് മസ്റ്റ് ബി 33.13%. അത് എക്സാക്ട് ആയിട്ട് കണ്ടുപിടിച്ചതല്ല, ആ ഡിനോമിനേറ്ററിൽ 3 വന്നിരുന്നുകൊണ്ട് നമ്മൾ ഒരു എളുപ്പ വഴിയിൽ നമ്മൾ അതിന്റെ ആൻസർ ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോ സി ഇസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A shopkeeper offers his customers a 10% discount and still makes a profit of 26%. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ടു ഹിം ഓഫ് an article marked 280? ഓക്കെ, അപ്പം 280 രൂപ ഒരു ആർട്ടിക്കിളിൽ MRP കൊടുത്തിട്ടുണ്ട്. അയാൾ അതിനെ 10% ഡിസ്കൗണ്ടിൽ വിറ്റിട്ട് പോലും അയാൾ 26% പ്രോഫിറ്റും അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ പൈസ, അതായത് അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് എടുത്തെഴുതാം. MP തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് 280 ആണ്, ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ആണ് ഉള്ളത്. ഞാൻ D എന്ന് കൊടുക്കാം പെട്ടെന്ന്. 10% ഡിസ്കൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു ഡിസ്കൗണ്ട് പെർസെന്റേജ്, പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? മാർക്ക്ഡ് പ്രൈസ് 280 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്ക് സീറോസ് എല്ലാം ക്യാൻസൽ ആയിട്ട് പോയിട്ട് ആൻസർ 28 എന്ന് വരും. അപ്പൊ 28 രൂപയാണ് അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 28 രൂപയാണ് ഡിസ്കൗണ്ട് ചെയ്തത്. അതായത് ഈ ഇതിൽ നിന്നും മാർക്കറ്റ് പ്രൈസിൽ നിന്നും 28 രൂപ കുറച്ചാണ് ആ ആർട്ടിക്കിൾ വിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്, അതായത് 280 നിന്ന് ഈ ഡിസ്കൗണ്ട് എത്ര? 28 കുറച്ചാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടി. 280 നിന്ന് 20 പോകുമ്പോഴത്തേക്ക് 260, 8 കൂടെ പോകുമ്പോഴത്തേക്ക് 2, അപ്പൊ 252 എന്ന് ഉത്തരം വരും ആൻസർ. അപ്പൊ 250 രൂപയ്ക്കാണ് ഇപ്പൊ അതെന്ത് ചെയ്യുന്നത്? നിലവിൽ അത് വിറ്റോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കിട്ടിയത് 252. ഈ പൈസക്ക് വിറ്റിട്ട് പോലും അയാൾ എത്ര രൂപ, ഞാനൊരു ഇക്വലന്റ് സൈൻ ഇട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ കുറെ നമ്മൾ എഴുതേണ്ടി വരും. ഈ പൈസക്ക് അയാൾ വിറ്റിട്ട് പോലും അയാൾ ഒരു 26% അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ സെല്ലിംഗ് പ്രൈസ് അറിയാം, പ്രോഫിറ്റ് പെർസെന്റേജും കിട്ടിയല്ലോ. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഗെയിൻ പെർസെന്റേജ് ഓഫ് ഗെയിൻ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 26 ഇൻറ്റു 252. ഓക്കെ, അപ്പോ ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 126 ഇൻറ്റു 252 എന്ന് വരും. 126 അതിന്റെ ഇരട്ടി എടുത്തേ 226 52 ആണ്. അപ്പൊ 126ന്റെ ഇരട്ടി തീർച്ചയായിട്ടും 252 ആയിരിക്കും. സോ ഇവിടെ ഒരു 2 വരും ക്യാൻസൽ ചെയ്താല്. അപ്പൊ 2 ഇൻറ്റു 100 ഓഫ് കോഴ്സ് 200. സോ B is the answer. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടൈം ഒരുപാട് എക്സീഡ് ആവുന്നുണ്ട്. ഒരു
രണ്ട് ക്വസ്റ്റിനും കൂടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. If by selling 12 notebooks, the seller earns a profit equal to a selling price of 2 notebooks, then what is the percentage of profit? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ ഇത് കണ്ടതാണ്. എന്താണ് y ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. y ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 100 വെച്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എക്സ്ട്രാ വരുന്നത് ഞാൻ ആ 12 പേനയുടെ കാര്യം പറഞ്ഞില്ലേ, ആ സെയിം ഇത് തന്നെയാണ്. 2 ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 ഇൻറ്റു 100 ഈക്വൽ ടു 2 ബൈ 10 ഇൻറ്റു 100 is equal to 20%. A is the answer. Last. സാറേ 2 മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. ഇതിന്റെ ഒരു സെക്കൻഡേ, ആ ഓപ്ഷൻസ് ഇവിടെ താഴെയാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹96, double profit is obtained than the profit that would have been obtained by selling it for ₹84. What is the cost price of an article? ഒരു ആർട്ടിക്കിള് 96 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതേ ആർട്ടിക്കിൾ തന്നെ 84 രൂപയ്ക്ക് വിറ്റുമ്പോൾ കിട്ടുന്ന ലാഭത്തിനേക്കാൾ ഇരട്ടി ലാഭം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്ക് അതിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമുക്ക് അതിനെ തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. സോ ലെറ്റ് ദ കോസ്റ്റ് പ്രൈസ് ബി എക്സ്, എക്സ് ബി ദ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 84 നിന്ന് ഇപ്പോ നേരത്തെ വിറ്റുകൊണ്ടിരുന്ന 84 രൂപയ്ക്കാണ്. അപ്പൊ അവിടെ കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? 84 രൂപയ്ക്ക് ഈ ഒരു സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം ആ ഒരു 84 മൈനസ് ആ ഒരു കോസ്റ്റ് പ്രൈസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ ഐറ്റം തന്നെ ഇപ്പൊ എത്ര രൂപയ്ക്കാണ് അയാൾ വിറ്റുകൊണ്ടിരിക്കുന്നത്? 96 രൂപയ്ക്കാണ്. അപ്പൊ 96 രൂപയ്ക്ക് ഇതേ ഐറ്റം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം 96 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ 84 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടി ലാഭം അയാൾ എവിടെ ഉണ്ടാക്കുന്നുണ്ട്? 96 രൂപയ്ക്ക് ഇതേ സാധനം വിൽക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ റിലേഷൻ എങ്ങനെ വരും? ദാ ഇതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് ഈ 96 മൈനസ് എക്സ് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇതിനെ ഇനി ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ത് വരും? 84. അപ്പൊ 80 80 160 4 4 168 മൈനസ് 2x ഈക്വൽ ടു എന്തെന്ന് വരും? 96 മൈനസ് എക്സ് എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 96നെ ഇപ്പുറത്ത് കൊണ്ടുവരാന്നുള്ളതാണ്. ഓക്കെ, അപ്പം 2x അപ്പുറത്ത് കൊണ്ട് 168 മൈനസ് 96 ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 2x. അപ്പൊ ഇതിന്റെ വാല്യൂ എക്സ് എന്ന് തന്നെ വരും. 168 മൈനസ് 96 എന്ന് പറയുന്നത് ഏകദേശം ഒരു 72 എന്ന് വരും. 72 അല്ലെ? 16 18 യെസ് 12. അപ്പൊ 72 എന്ന് വരും. അവസാനം 2 വരുന്ന ആൻസർ ആണ്. കാരണം 18 മൈനസ് 6 ആണല്ലോ. അപ്പൊ അവസാനം 2 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ അല്ലേ നമ്മുടെ തന്നിട്ടുള്ളൂ? എന്താണ്? 72. അവസാനം 2 വരുന്ന ഒരേ ഒരു ഓപ്ഷനെ തന്നിട്ടുള്ളൂ. യെസ്, അപ്പൊ ആൻസർ എന്തായിരിക്കും? 72 തന്നെ ആയിരിക്കും.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ് പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് കൈൻഡ് ഓഫ് ഒരു ബേസിക് ചാപ്റ്ററും കൂടെയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പെർസെന്റേജ് പഠിക്കുമ്പോഴാണെങ്കിലും വേറെ കുറെ ടോപ്പിക്സ് പഠിക്കുമ്പോഴും അതിന്റെ ഇടയിൽ ഈ റേഷ്യോ എടുക്കുക എന്നുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ ഞാൻ 3 നമ്പേഴ്സ് തരാണ്, അതായത് ഇപ്പൊ 3 റേഷ്യോസ് ഞാൻ തരാണെന്ന് വിചാരിക്കും. അതായത് എ ഇസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ടു ബി ഇസ് ഈക്വൽ ടു 2:3 ആണ് എന്ന് ഞാൻ പറയണം. അതുപോലെ തന്നെ ബി ഈസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:5 ആണ് എന്ന് ഞാൻ പറയാം. അപ്പൊ എന്താണ് ഈ ഈസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ എ ഡിവൈഡഡ് ബൈ ബി ഇസ് ഈക്വൽ ടു 2/3 എന്നാണ് നമ്മൾ ഇതിനെ മീൻ ചെയ്യുന്നത്. ഈ ഈസ് ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഡിവിഷൻ ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാം എ ഇസ് ടു ബി ഇസ് ടു സി എത്രയാണ് വരിക, ഇങ്ങനെ റേഷ്യോ തന്നിട്ട് എ ഇസ് ടു ബി ഇസ് ടു സി എങ്ങനെ തരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ ഇസ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 2:3 ആണ്. ദെൻ ബി ഇസ് ടു സി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ബി ഈസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട് 4:5 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി ഇല്ലേ, രണ്ടിലും ബി ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലെ, രണ്ടിലും ബി ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ ഈ ബീനെ എന്ത് ചെയ്യണം, നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം, സെയിം ആക്കണം. അപ്പൊ ഇവിടത്തെ ഈ 3നെയും ഇവിടത്തെ 4നെയും നമുക്ക് സെയിം ആക്കാൻ എന്ത് ചെയ്യും, 3ന്റെയും 4ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി അല്ലെ. അപ്പൊ 3യുടെയും 4ന്റെയും എൽസിയം എത്രയാണ്, 3ക്കും 4നും കോമൺ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ 3യുടെയും 4ന്റെയും എൽസിയം എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് എനിക്ക് ഇവിടെ എന്ത് കിട്ടും, 4 × 2 8 ഈസ് ടു 3 × 4 12 എന്ന് കിട്ടി. ഇവിടെ എന്ത് വരും, 3 × 4 12 ഈസ് ടു 3 5s are 15 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ട് ഓപ്ഷനിലും രണ്ടിതിലും എ ഇസ് ടു ബിയിലും ബി ഇസ് ടു സിയിലും ബി കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി എ ഇസ് ടു ബി ഇസ് ടു സി ഒന്നിച്ചെടുത്ത് എഴുതാം. എത്ര കിട്ടി, 8:12:15 എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസിന്റെ ഇടയിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 3 റേഷ്യോസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ എ ഇസ് ടു ബി ഇസ് ടു സി എന്നുള്ള രീതിയിൽ ആക്കേണ്ടി വരും. അപ്പോ ഇതിന് നമുക്ക് വേറെ ഇങ്ങനെ ചെയ്യാണ് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള ലോജിക്. പക്ഷെ ഇതിന് ഒറ്റയടിക്ക് ഇങ്ങനെ എ ഇസ് ടു ബി ഇസ് ടു സി എത്രയാണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എ ഇസ് ടു ബിനെ എടുത്തെഴുതാ 2ഉം 3ഉം ആണ്, ബി ഇസ് ടു സിനെ എടുത്തെഴുതാ 4ഉം 5ഉം ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 3 അല്ലേ, അപ്പൊ ഈ 3നെ ഇങ്ങോട്ടേക്ക് എഴുതുക. ഇവിടെ 4 അല്ലേ, അപ്പൊ ഈ 4നെ ഇങ്ങോട്ടേക്ക് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 is 8, 3 × 4 is 12, 3 × 5 it is 15. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി, സെയിം കിട്ടി അല്ലെ, 8 12 15 കിട്ടി. ഇനി അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2ഉം 3ഉം ആണ് എ ഇസ് ടു ബി, ബി ഇസ് ടു സി എന്ന് പറയുന്നത് 4ഉം 5ഉം ആണ്. സോ എ ഇസ് ടു ബി ഇസ് ടു സി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അതായത് 2 × 4 3 × 4 3 × 5. അപ്പൊ 2 × 4 8 ആണ്, 3 × 4 12 ആണ്, ആൻഡ് 3 × 5 15 ആണ്. അപ്പൊ ഇതില് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതാണ് ഏറ്റവും ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം. ഇനി ഇതേപോലെ ഇപ്പൊ നമ്മൾ 3 പേരെ എടുത്ത് ഇനി ഇപ്പൊ 4 പേര് വരാം അല്ലെ. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, എ ഇസ് ടു ബി എന്ന് പറയുന്നത് 2:3 ആണ്. ഓക്കെ, ബി ഇസ് ടു സി എന്ന് പറയുന്നത് 4:5 ആണ്, സി ഇസ് ടു ഡി എന്ന് പറയുന്നത് 6:7 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി എത്രയാണെന്നാണ് നമ്മളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ. എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴെ എഴുതാം. എ ഇസ് ടു ബി എത്രയാ, 2:3 ആണ് അല്ലെ. ബി ഇസ് ടു സി എത്രയാണത്, ബി ഇസ് ടു സി എന്ന് പറയുന്നത് 4:5 ആണ്. സി ഇസ് ടു ഡി എത്രയാ വരുന്നത്, 6:7 ആണ്. താഴെ എഴുതി. ഇനി ഞാൻ എന്താ പറഞ്ഞത്,
നമ്പേഴ്സിനെ അല്ലെ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ഇവിടെയും 3 എടുത്തെഴുതി. ഇനി ഇവിടെ 5 ആണ്, സോ ഇവിടെ എന്ത് വരും? 5 വരും. ഇവിടെ 4 ആണ്, സോ ഇവിടെ എന്ത് വരും? 4 വരും. ഇവിടെ 6 ആണ്, സോ ഇവിടെയും 6 വരും, ഇവിടെയും 6 വരും. ഇനി എല്ലാരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 into 4 into 6 അപ്പൊ എത്ര വരും? 2 4s are 8, 6 8s are 48 എന്ന് വന്നു. 3 4s are 12, 12 into 6 is 72 എന്ന് വന്നു. Then എന്താണ്? 3 5s are 15, 15 into 6 എത്ര വരും? 15 into 6 is equal to 90 എന്ന് വരും അല്ലെ? യെസ്. Then 3 5s are 15, 15 into 7 എന്ന് പറയുമ്പോൾ 15 into 6 എന്ന് പറയുമ്പോൾ it is 100. അപ്പൊ 15 into 7 എന്ന് പറയുമ്പോഴത്തേക്ക് 15 into 6 is 90. അപ്പൊ 15 into 7 is equal to 105 എന്ന് വരും അല്ലെ? ഇങ്ങനെ നമുക്ക് റേഷ്യോ കിട്ടി. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 16:24:30:35 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ റേഷ്യോസിനെ കട്ട് ചെയ്ത് എഴുതാം. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ റേഷ്യോ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ പറഞ്ഞത്. അപ്പൊ ഇതും നമ്മൾ ഇങ്ങനെ എടുത്തെഴുതുന്നത് മനസ്സിൽ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം A:B:C:D എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഈ എടുത്തെഴുതുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. A:B:C:D ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ്, ഇവിടെ 4ഉം 5ഉം ആണ്, ഇവിടെ 6ഉം 7ഉം ആണ് വരുന്നത് അല്ലെ? സോ നമ്മൾ ഇതിനെ ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നേരത്തെ പോലെ ആണെങ്കിൽ ഇവിടെ 2 into 4 into 6 ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? 3 into 4 into 6 ആണ് അല്ലെ? കളർ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തേത് 2 into 4 into 6 ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 into 4 into 6 എന്ന് പറയണതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ? 3 into 4 into 6. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? 3 into 5 into 6 അല്ലെ? അപ്പൊ മൂന്നാമത്തേല് 3 into 5 into 6. ഇതേ 3നെ തന്നെ എന്ത് ചെയ്യണം? 3 into 5 into 6 വന്നു. ഇനി നാലാമത്തേൽ എന്താ? 3 into 5 into 7 വന്നു അല്ലെ? നാലാമത്തേല് 3 into 5 into 7 എന്ന് വന്നു. 3 into 5 into 7 എന്ന് വന്നു. സോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ 2 into 4 into 6 എന്ത് വരും? 48 എന്ന് വരും. 3 into 4 into 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 72 എന്ന് വരും. 3 into 5 into 6 എന്ന് പറയുമ്പോൾ 90 വരും. 3 into 5 into 7 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 105 എന്ന് വരും. സോ ഈ എടുത്തെഴുതുന്നത് ആണ് ശരിക്കും മെത്തേഡ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ലൈക്ക് ഇതിപ്പോ ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അതിന്റെ ആ ഒരു മെത്തേഡ്, ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് റേഷ്യോ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു 3 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് സെക്കൻഡ് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മീൻ പ്രൊപ്പോർഷണൽ എന്നും വിളിക്കും. സെക്കൻഡ് പ്രൊപ്പോർഷണൽ ഓർ മീൻ പ്രൊപ്പോർഷണൽ. അപ്പൊ എന്താണ് ഈ മീൻ പ്രൊപ്പോർഷണൽ എന്ന് നോക്കണം. അപ്പൊ സെക്കൻഡ് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി മെയിൻലി. അതായത് നമുക്ക് എ ബി എന്ന് പറഞ്ഞ് 2 ഫ്രാക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും. എ ബി എന്ന് പറഞ്ഞ 2 നമ്പേഴ്സ് ഉണ്ട്. A:(x) is proportional to x:(b) എന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ എക്സിനെയാണ് നമ്മൾ ഇതിന്റെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കുന്നത്. എക്സ് ഇസ് ദ മീൻ പ്രൊപ്പോർഷണൽ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? A/x is equal to x/b എന്ന് എഴുതാം അല്ലെ? A/x is equal to x/b. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? x² is equal to AB എന്ന് എഴുതാം. ആൻഡ് x is equal to √AB. ഇതാണ് അതിന്റെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അതായത് ലെറ്റ് A and B be 2 numbers. ലെറ്റ് A and B be 2 numbers. 2 നമ്പേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. ആൻഡ് x is the mean proportional. And x is the mean proportional. x ആണ് അതിന്റെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് x ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മീൻ പ്രൊപ്പോർഷണൽ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഇസ് x is equal to √AB എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാം. അതിന്റെ പുറകിലുള്ള തിയറിയും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ എയും ബിയും 2 നമ്പേഴ്സ് ആണ്. അപ്പൊ അവരുടെ റേഷ്യോ ഞാൻ എങ്ങനെ എഴുതി? A:(x) is proportional to. ഇതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ is proportional to എന്നാണ്. അതിനെയാണ് നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും ഈക്വൽ ടു വെച്ചിട്ട് എന്ത് ചെയ്യാറ്? മാറ്റാറുള്ളത്. അപ്പം is proportional to x:(b) ആണെങ്കിൽ
A by x is equal to x by b ആണ്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരണമെന്ന് അറിയണം അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കാം, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ്, ഇപ്പൊ ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കാം. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ്, ഫൈൻഡ് ദ mean proportional of, find the mean proportional of 18 and 32. 18ന്റെ 32ന്റെ mean proportional കണ്ടുപിടിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ഓപ്ഷൻസ് എഴുതാം, നിങ്ങൾ ആൻസർ പറയൂ. ഞാൻ ഓപ്ഷൻസ് എഴുതാം, നിങ്ങൾ ആൻസർ പറയൂ. എങ്ങനെ കണ്ടുപിടിക്കാം? മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എക്സ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി എന്നാണ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 18ഉം 32. ഇതിനെ ഞാൻ എന്നും ഇതിനെ ഞാൻ ബിന്നും എടുത്തു. സോ റൂട്ട് ഓഫ് 18 ഇൻറ്റു 32. 18 ഇൻറ്റു 32 എന്ത് വരും? 8 2s are 16. Then എന്ത് വരും? 2 plus 8 3 is 24. That is equal to 7. 5 അല്ലെ? 3 1s are 3. 3 plus 2 is 5. 576. റൂട്ട് 576 എന്ന് കിട്ടി. റൂട്ട് 576 ഏതിന്റെ റൂട്ടാണ്? റൂട്ട് 576 എന്ന് പറയുന്നത് എന്തിന്റെ റൂട്ടാണ്? റൂട്ട് 576 is the root of, root 576 is the root of 24 ആണ് അല്ലെ? 24ന്റെ റൂട്ടാണ് വരുന്നത്. സോ 24 is the answer. 24 is the correct answer. 24 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. യെസ്, 24 ആണ്. സോ അതാണ് നമ്മളുടെ മീൻ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൊപ്പോർഷണൽ. ഇനി അപ്പൊ അതേപോലെ നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? തേർഡ് പ്രൊപ്പോർഷണൽ. തേർഡ് പ്രൊപ്പോർഷണൽ എങ്ങനെ കണ്ടുപിടിക്കും എന്ന്. അപ്പൊ നേരത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ലെറ്റ് എ ആൻഡ് ബി ബി ടു നമ്പേഴ്സ്. എയും ബി എന്ന് പറയുന്നത് ടു നമ്പേഴ്സ് ആണ്. എ ആൻഡ് ബി ബി ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ആണ് എങ്കിൽ then x is equal to, x is the third proportional. ഇവിടെയും ഞാൻ x നെ എന്ത് ചെയ്തു? തേർഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുത്തു. x is the third proportional. x ആണ് അതിന്റെ തേർഡ് പ്രൊപ്പോർഷൻ എങ്കിൽ x ആണ് അതിന്റെ തേർഡ് പ്രൊപ്പോർഷൻ. ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാം x ആണല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. നമുക്കിപ്പം മീൻ പ്രൊപ്പോർഷണലിൽ നമ്മൾ x എന്ന് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ y ന്ന് എടുക്കാം. തേർഡ് പ്രൊപ്പോർഷണലിന് y ന്ന് എടുക്കാം. ഇനിയിപ്പോ എല്ലാം x ആയല്ലോ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. y ന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ a is to b is proportional to b is to y എന്ന് വന്നു. ഓക്കെ, മൂന്നാമത്തെ അതായത് തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? തേർഡ് പ്ലേസിൽ y വന്നു. സോ a by b is equal to b by y എന്ന് വന്നു. ഇംപ്ലൈസ് y എന്താണ്? y is equal to b square by a എന്ന് വന്നു. ഓക്കെ, അപ്പൊ y is equal to b square by a, അതാണ് നമ്മളുടെ എന്താ? തേർഡ് പ്രൊപ്പോർഷണൽ എന്റെ ഇക്വേഷൻ. സെക്കൻഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആയിരുന്നു. തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർ ബൈ എ ആണ്. സോ തേർഡ് പ്രൊപ്പോർഷണലിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് 18 and 36. Find the third proportional of 18 and 36. Find the third proportional of 18ന്റെയും 36ന്റെയും തേർഡ് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കും. 18 and 36. അപ്പൊ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് എ എന്ന് എടുത്തു ഞാൻ, ഇത് ബി എന്ന് എടുത്തു. തന്നിരിക്കുന്ന ഓർഡറിലാണ് എനെയും ബിനെയും എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എനെയും ബിനെയും തിരിച്ചെടുക്കാൻ പാടില്ല. തന്നിരിക്കുന്ന ഓർഡറിലാണ് എനെയും ബിനെയും എടുക്കേണ്ടത്. 36 അല്ലെ? അപ്പൊ നോക്കാം, നമുക്കറിയാം തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ y ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ 36 ഇൻറ്റു 36 ബൈ 18. നമുക്കറിയാം 18 ഇൻറ്റു 2 is 36. അപ്പൊ 36ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 72 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണ്. ഇനി ഇതേപോലെ എന്താണ്? ഫോർത്ത് പ്രൊപ്പോർഷണലും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഫോർത്ത് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ റേഷ്യോ എഴുതാന്ന് അറിയോ? a is to b is proportional to c is to x എന്ന് വന്നു. കണ്ടോ? ഫോർത്ത് ആയിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? x നെ എഴുതിയത്. x എന്നല്ല, നമുക്കിപ്പോ z എന്ന് എടുക്കാം. ഓക്കെ, z എന്ന് ഞാൻ എടുത്തു.
അപ്പൊ ഫോർത്ത് ആയിട്ട് ഞാൻ സെഡിനെ എഴുതി. അപ്പൊ ഞാൻ നോക്കിക്കേ, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ സെഡ് എന്ന് എഴുതി. സോ സെഡ് ഇസ് ഈക്വൽ ടു ബി സി ബൈ എ. സി, ഒരിക്കലും നിങ്ങൾ ഈ പ്രൊപ്പോർഷണലിന്റെ ഇത് ഡിറൈവ് ചെയ്തൊന്നും ചെയ്തെടുക്കരുത്, ബൈ ഹാർട്ട് പഠിക്കുക. ഞാൻ ഇത് എങ്ങനെയാ വന്നത് എന്നാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് എഴുതി കാണിച്ചത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും എക്സാമിന് ഞാനിപ്പോ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ്, തേർഡ് പ്രൊപ്പോർഷണൽ ബി സ്ക്വയർ ബൈ എ ആണ്, ഫോർത്ത് പ്രൊപ്പോർഷണൽ ബി സി ബൈ എ ആണ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ബി സി ബൈ എ എന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെയാണ് ചോദിക്കുക, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ഓഫ്. പൊതുവെ റേഷ്യോസ് പഠിക്കുമെങ്കിലും ആരും ഇത് പഠിക്കില്ല. പക്ഷെ ഇതിപ്പോ തൊട്ട് എക്സാംസിന് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഇതിപ്പോ റേഷ്യോസ് വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. സോ ഇത് ഓർത്ത് വെക്കണം. 18, 24 and 32ന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്ന ഓർഡറിലാണ് നമ്മൾ എ ബി സിനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫോർത്ത് പ്രൊപ്പോർഷണൽ സെഡ് ഇസ് ഈക്വൽ ടു എനിക്കറിയാം ബി സി ബൈ എ ആണ്. സോ 24 into 32 ഡിവൈഡഡ് ബൈ എന്ത് വരും, 18 എന്ന് വരും അല്ലെ. അപ്പോ നമുക്ക് എന്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, 3 6 are 18, 3 8s are 24 വരും അല്ലെ. 3 6 are 18, 3 8s are 24 വരും. അതുപോലെ 6നെ 8നെ നമുക്ക് ഇവിടെ 3ഉം 4 ആക്കാം അല്ലെ. ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 4ഉം 3ഉം വരും. സോ 4 into 32 is equal to 32 into 4, 3 4 2s are 8 വരും. 128 divided by 3 ന് ആൻസർ വരും. 128 by 3 ആണ് എന്താ നമ്മളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. 128 by 3 ആണ്. 128 by 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ third proportional of 4 and 5 and fourth proportional of 3 6 18. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻ എ ഇസ് ഈക്വൽ ടു 15 by 144. ഓപ്ഷൻ ബി ഇസ് ഈക്വൽ ടു 25 by 144. ഓപ്ഷൻ സി ഇസ് ഈക്വൽ ടു 144 by 25. ഓപ്ഷൻ ഡി ഇസ് ഈക്വൽ ടു 25. ഏതാണ് ഓപ്ഷൻ വരുന്നത് നിങ്ങൾ പറയൂ. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് 4 and 5 എന്ന് പറയുമ്പോൾ എന്താ വരിക? തേർഡ് പ്രൊപ്പോർഷണൽ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ എന്ന് വരും. ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ബി സി ബൈ എ എന്ന് വരും. സോ എ എന്നുള്ളത് ബി സി ബൈ എ എന്ന് വരും. സോ എന്താ ബി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 5 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 4 and b into c. ഇത് b ആയിട്ട് എടുത്തു, ഇത് c ആയിട്ട് എടുത്തു അല്ലെ. ഇത് a ആണ്. സോ 6 into 18 by 3 എന്ന് വരും അല്ലെ. സോ എന്താണ് നമുക്ക് ഇവിടെ 3നെയും 6നെയും വെട്ടാം. 2 വരും. ബാക്കിയുള്ള 25 ഡിവൈഡഡ് ബൈ
എത്ര വരും? 4 2 18 into 8 is equal to 144 എന്നാണ് വരുന്നത്. സോ 25/144 ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ ക്വസ്റ്റനിലേക്ക് പോവാം. നോക്കിക്കേ, the product of two numbers is product of two numbers is രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 225 ആണ്. The ratio between them is 3:5. Find the difference between both numbers. രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് എത്രയാണ് എന്ന് പറയുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ എങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്? സിമ്പിൾ ആണല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയൂ. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 3:5 എന്നാണ് രണ്ട് നമ്പറിന്റെ റേഷ്യോ. ആൻഡ് ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ രണ്ട് നമ്പേഴ്സിനെ, ഇത് ഫസ്റ്റ് നമ്പറും ഇത് സെക്കൻഡ് നമ്പറും ആണെങ്കിൽ ഇതിന് 3x എന്നും 5x എന്നും എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇതിന്റെ പ്രോഡക്റ്റ് ആണല്ലോ 225 എന്ന് പറയുന്നത്. 225 ഇസ് ദ പ്രോഡക്റ്റ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? x² is equal to 225/9. അപ്പൊ ഈ 9 വെച്ച് 225 ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം 5ഉം 4ഉം 9 ഇസ് 9ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇത് 9 വെച്ച് ഡയറക്ട്ലി ഡിവിസിബിൾ ആണ്. 9 2s are 18 45. അപ്പൊ 925 എന്ന് കിട്ടും അല്ലെ? സോ എക്സ് എന്ന് പറയണ എത്ര കിട്ടും? എക്സ് എന്ന് പറയണ നമുക്ക് എന്തായിട്ട് കിട്ടും? എക്സ് എന്ന് പറയണ എന്തായിട്ട് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും അല്ലെ? അല്ല, 9 2s are 18 അല്ലെ? 3 5s are 15 ആണ്. ഞാൻ എന്താ 9 എടുത്തത്? 3 5s are 15. യെസ്, ഇറ്റ്സ് 15. 9 3 3s are എന്നുള്ളത് ഇറ്റ് ഇസ് 15 അല്ലെ? അപ്പൊ 15 ആണെങ്കിൽ ഓക്കെ, 15 വെച്ചും ഡിവിസിബിൾ ആണ് അല്ലെ? 15 വെച്ച് എത്ര ഡിവിസിബിൾ ആണെന്ന് നോക്കണം. ബൈ 15 ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? 225/15 ചെയ്യാൻ നേരത്ത് എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ വാല്യൂ എത്ര വരും? x² is equal to 15 തന്നെ വരും അല്ലെ? 15ന്റെ സ്ക്വയർ അല്ലെ 225? 15 into 15 അല്ലെ 225? ഇംപ്ലൈസ് x is equal to √15 എന്ന് കിട്ടും അല്ലെ? എക്സ് എന്ന് പറയുന്നത് √15 എന്ന് കിട്ടി. സോ നമുക്കറിയാം എന്താ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് നമ്പേഴ്സ് ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആ ചോദിച്ചിരിക്കുന്നത്. അതായത് 3ന്റെയും 5ന്റെയും ഡിഫറൻസ് 2 ആണ്. അപ്പൊ 2 into എന്ത് ചെയ്യണം അല്ലെ? 5x minus 3xന്റെ ഡിഫറൻസ് 2x ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2√15 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതാണ് കറക്റ്റ് ആൻസർ. 2√15 ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി an amount of rupees 735 was divided between എയുടെയും ബിയുടെയും സിയുടെയും എടുത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇവരുടെ ഇടയിൽ നമ്മൾ 735 റുപ്പീസ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എ ബി സിയുടെ ഇടയിൽ 735 റുപ്പീസ്, ടോട്ടൽ 735 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ് ഈച്ച് ഓഫ് ദം ഹാഡ് റിസീവ്ഡ് 25 ലെസ്, 25 രൂപ കുറച്ച്, ടോട്ടൽ നമ്മൾ 735 രൂപയാണ് ഡിവൈഡ് ചെയ്തത്. ഇനി എല്ലാവർക്കും 25 രൂപ കുറവ് വെച്ചാണ് കിട്ടിയിരുന്നത് എങ്കിൽ അങ്ങനെ ആവുമ്പം അവരുടെ റേഷ്യോ എന്തായനെ? 5:4:2 ആയനെ. അപ്പൊ ഈ 5:4:2 എന്ന് പറയുന്ന റേഷ്യോ എങ്ങനെയാണ്? എല്ലാവർക്കും 25 രൂപ കുറച്ച് കിട്ടിക്കഴിഞ്ഞാലുള്ള റേഷ്യോ ആണ് 5:4:2 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും 25 രൂപ കുറച്ച് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള റേഷ്യോ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്ക് കിട്ടിയ പൈസ എത്രയാണെന്നാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ പൈസ എത്രയായിരുന്നു? 735 റുപ്പീസ് ആയിരുന്നു മൊത്തം പൈസ. ഇനി ഒരാൾക്ക് 25 രൂപ കുറഞ്ഞാണ് നമുക്ക് ഈ റേഷ്യോ കിട്ടിയിരിക്കുന്നത്. സോ 3 പേർക്കും 25 രൂപ കുറയുന്നു. സോ 735 നിന്ന് 3 - 25 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 735 നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 660 അല്ലെ? ഈ 660 എന്ന് പറയുന്നത് ഇതിന്റെ സം എടുക്കാം. 5 + 4 is 9, 9 + 2 is 5 + 4 + 2 which is equal to 11. ഈ 11 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 660 ഈക്വൽ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. ഒരു യൂണിറ്റ് 60 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മണി റിസീവ്ഡ് ബൈ എ.
എക്ക് കിട്ടിയ പൈസ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എയുടെ റേഷ്യോ എത്രയാണ്? 5 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 5 into 6 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, 5 into 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും. ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് 300, ഓപ്ഷൻ ബി ഇസ് 325, ഓപ്ഷൻ സി ഇസ് 350, ഓപ്ഷൻ ഡി ഇസ് 400. സോ 300 കിട്ടുമ്പോഴേ ചാടി കയറി 300 കൊടുക്കരുത്. കാരണം നമ്മൾ എടുത്ത റേഷ്യോ എല്ലാവർക്കും 25 കുറവുള്ള റേഷ്യോ ആയിരുന്നു. സോ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 25 കൂടി കൂട്ടി 325 രൂപയാണ് ആർക്ക് കിട്ടിയത്? എക്ക് കിട്ടിയത്. നോട്ട് 300 രൂപ. 300 രൂപ എന്ന് പറഞ്ഞാൽ എന്താ? 25 കുറവുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നത്. സോ ശരിക്കും അവൻ എത്ര രൂപ എക്ക് കിട്ടി? 25 കൂടി കൂടുതലുള്ള പൈസ കിട്ടി. സോ 325 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 325. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. A bag contains ₹4100 in the form of. ഓക്കെ, ഇതാണ് നമ്മുടെ കോയിന്റെ പ്രശ്നമാണ്. ദിസ് ഇസ് കോയിൻസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റേഷ്യോയിലേക്ക് വരുമ്പോൾ. അപ്പം കോയിൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മളുടെ അടുത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയിൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ കോയിന്റെ വാല്യൂ, കോയിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കോയിൻ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് അല്ലെ, നമ്പർ ഓഫ് കോയിൻസ് ആൻഡ് എന്താണ് ആ കോയിന്റെ വാല്യൂ അല്ലെ, വാല്യൂ ഓഫ് കോയിൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, എന്റെ അടുത്ത് 2 5 രൂപ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ₹5ന്റെ എക്സാമ്പിൾ, ₹5ന്റെ 2 കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര രൂപയുണ്ട് എന്റെ അടുത്ത്? എത്ര എമൗണ്ട് ഉണ്ട്? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 into 5, ദാറ്റ് ഇസ് 10 രൂപയാണ് എന്റെ അടുത്തുള്ളത് അല്ലെ. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പൊ നമ്പർ ഓഫ് കോയിൻ, അതേപോലെ എന്ത് ടൈപ്പ് ഓഫ് കോയിൻ, വാല്യൂ എന്ന് എഴുതി കൺഫ്യൂസ്ഡ് ആണ്, ടൈപ്പ് ഓഫ് കോയിൻ എന്ന് ഞാൻ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ടൈപ്പ്, കോയിന്റെ ടൈപ്പ് ഇൻറ്റു അതിന്റെ നമ്പർ, അതായത് 5 രൂപയാണോ 10 രൂപയാണോ, അത് ടൈപ്പ് ഓഫ് കോയിൻ ഇൻറ്റു അതിന്റെ നമ്പർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ എമൗണ്ട് കിട്ടും. ഈ ഒരു ബേസിക് കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് വെച്ചാണ് ത്രൂ ഔട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരാം. അതായത് നോക്കുക, എ ബാഗ് കണ്ടെയ്ൻസ്, ബാഗിനകത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4100 എമൗണ്ട് ഉണ്ട്. ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് റുപ്പീസ്. നോക്കിക്കാൻ, 5 രൂപയുടെ കോയിൻ, 2 രൂപയുടെ കോയിൻ, 1 രൂപയുടെ കോയിൻ. ഓക്കെ, ഇനി നോക്കുക, നമ്പർ ഓഫ് കോയിൻസ്. കോയിൻസിന്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് റേഷ്യോയിലാണ്? കോയിൻസിന്റെ നമ്പേഴ്സ് ഇൻ ദ റേഷ്യോ, നമ്പറിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, നമ്പറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 4:6:9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കോയിന്റെ നമ്പറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 4:6:9. ഫൈൻഡ് ദ നമ്പർ ഓഫ് 1 രൂപ കോയിൻ എത്ര എണ്ണം ഉണ്ട്? 1 രൂപ കോയിൻ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്പർ ഓഫ് കോയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കാം, എമൗണ്ടിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം, എമൗണ്ടിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ വാല്യൂന്റെ റേഷ്യോ ഞാൻ കണ്ടുപിടിക്കാൻ പോണ. 5 into 4 20 is to 2 into 6 12 is to 1 into 9 9. എമൗണ്ടിന്റെ റേഷ്യോ എനിക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് 4100 ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവരെ എല്ലാരെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 + 12 + 9 എത്ര വരും? 20ഉം 32ഉം 9ഉം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 41. ഈ 41 യൂണിറ്റ്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇവരുടെ 41 യൂണിറ്റ്സ് ആണ് 4100 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് എനിക്ക് 100 ആണെന്ന് കിട്ടി. ഇനി എനിക്ക് എത്ര നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാലോ. ഇവിടെ ഒരു യൂണിറ്റ് 100 ആണെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ മനസ്സിലായി ഇത് എത്രയാണ് ശരിക്കും? 9 എന്ന് പറഞ്ഞാൽ 900 ആണ്. അപ്പൊ 900 ഡിവൈഡഡ് ബൈ 1 രൂപ ചെയ്താൽ മതി അല്ലെ. 900 നമുക്കറിയാം, 900 എന്ന് പറയുന്ന വാല്യൂ കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര 1 രൂപ കോയിൻ ഉണ്ടെങ്കിലാണ് 900 ആവുക. 900 1 രൂപ കോയിൻ ഉണ്ടെങ്കിലാണ് 900 ആവുക. സോ 900 ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടി. ഇനി ഇപ്പൊ ഇത് വേറൊരു നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എത്ര നമ്പർ ഓഫ് കോയിൻസ്, എത്ര നമ്പർ ഓഫ്
₹1 കോയിൻ ഉണ്ട് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 900 ₹1 കോയിൻസ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ട് റേഷ്യോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോയിനിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പെർസെന്റേജ്, ഈ പെർസെന്റേജ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരില്ലേ? ഇപ്പൊ എന്താ if P is 50% more than Q. P എന്ന് പറയുന്നത് Qനേലും 50% കൂടുതലാണ്. Q is how much percentage less than P? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ യൂഷ്വലി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാ? നിങ്ങൾ യൂഷ്വൽ ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ ട്രിക്കും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? 50% കൂടുതലാണ് എന്ത്? P എന്ന് പറയുന്ന Qനേക്കാൾ 50% കൂടുതലാണ്. അപ്പൊ ഞാൻ Qനെ 100% എടുത്താൽ ഇത് എത്രയായിരിക്കും? 150% ഞാൻ എടുക്കും അല്ലെ? അപ്പൊ ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഹൗ മച്ച് പെർസെന്റേജ് Q is how much percentage less than P. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ Pയും Qയും തമ്മിലുള്ള ഡിഫറൻസ് 50 ആണ്. ദാൻ P ആണ്, ഔട്ട് ഓഫ് P അല്ലെ? അപ്പൊ 50/100 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? അല്ല, 50/100 അല്ല, 50/150 വരും അല്ലെ? 50/150 into 100 ചെയ്യണം പെർസെന്റേജിലേക്ക് ആക്കാനായിട്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 33 1/3% എന്ന് ആൻസർ കിട്ടി അല്ലെ? 33 1/3% എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഒറ്റയടിക്ക് നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ ട്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, P എന്ന് പറയുന്നത് എത്രയാണ്? 50% മോർ ആണ്. അപ്പൊ ഞാൻ ഈ 50% മോർ ആയതുകൊണ്ട് തന്നെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 50% കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ +1/2 എന്ന് എഴുതി. സോ അടുത്ത ആള് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ പ്ലസ് ക്വസ്റ്റ്യനിൽ മോർ എന്നാണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? +1/2 എന്ന് എഴുതണം. സോ ഓട്ടോമാറ്റിക്കലി അടുത്ത എന്ത് വരും? മൈനസ് ഇടണം. മൈനസ് നമുക്കറിയാം 1/2 കൂടുതലാണ്. സോ 1നെ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഇപ്പുറത്തും എടുത്ത് എഴുതണം. ആൻഡ് ഡിനോമിനേറ്റർ എങ്ങനെയാ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ +1, അതായത് 2 + 1, അതായത് 3 എന്ന് എഴുതാം. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ ഇസ് ഈക്വൽ ടു -1/3. അതായത് Q എന്ന് പറയുന്നത് 33.33% എന്താണ്? ലെസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അതുകൊണ്ടാണ് ഇപ്പം NTPCക്ക് ആണെങ്കിലും റെയിൽവേയില് ഒരുപാട് തവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മൾക്ക് ഇതാണ് നമ്മുടെ നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. നോർമൽ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ആയി പോകും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ട്രിക്ക് യൂസ് ചെയ്യുമ്പോഴും ഏത് ട്രിക്ക് പഠിക്കുമ്പോഴും അതിന്റെ കൺവെൻഷണൽ രീതിയും കൂടെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് എക്സാം ഹാളിൽ നമ്മുടെ ട്രിക്ക് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കൺവെൻഷണൽ മെത്തേഡ് വെച്ച് ചെയ്യാൻ നോക്കണം. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അങ്ങനെ നോക്കാൻ പറയില്ല, കാരണം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ബേസിക് കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കി കുറെ ട്രിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ ആ ട്രിക്കിൽ വർക്ക് ആവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ കാണിക്കുള്ളൂ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രിക്സ് ഒക്കെ അവിടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലെ എന്ത് ചെയ്യാം? നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ട്രിക്സ് വർക്ക് ചെയ്യിപ്പിക്കാം.
ഓക്കെ. അപ്പൊ ഇതേ രീതിയിലെ പാറ്റേണിൽ ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ പറയാണ്, നമുക്കിപ്പം ആദ്യത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? മോർ, 50% മോർ എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതേപോലെ തരണം എന്നില്ല. അതായത് ഇപ്പം പല പല കേസസിൽ റിലേറ്റ് ചെയ്ത് തരും. അതായത് ഇപ്പൊ നോക്കാം, if Ram's income is 25% more than income of Anu. അങ്ങനെയാണെങ്കിൽ ഇൻകം ഓഫ് Anu is how much percentage less than Ram's income? അപ്പൊ ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 25% മോർ ആണ്. 25% കൂടുതലായതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ടു. 25 എന്ന് പറയുമ്പോൾ 1/4 എന്ന് എഴുതി. ഓക്കെ. ഇനി അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് അനുവിന്റെ ഇൻകം കണ്ടുപിടിക്കണം. അനുവിന്റെ ഇൻകത്തിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് പ്ലസ് വന്നുകൊണ്ട് അനുവിന്റെ ഇൻകം എന്തായിരിക്കും? കുറയായിരിക്കും ചെയ്യേണ്ടാവുക. മൈനസ് ഇടുക. ഇവിടെ എന്ത് ചെയ്യാം? മേളിൽ 1 അങ്ങനെ തന്നെ വരും. ഇവിടെ 4 + 1 ഇറ്റ് ഇസ് 5. അപ്പൊ അനുവിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 1/5 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 × 100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പൊ അനുവിന്റെ ഇൻകം 20% എന്താണ് ചെയ്യുന്നത്? ലെസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. അനുവിന്റെ ഇൻകം റാമിന്റെ ഇൻകത്തിനെ വെച്ച് നോക്കുമ്പോൾ 20% കുറവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ ക്വസ്റ്റ്യൻ തന്നെ മോർ, ലൈക് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചത് മോർ ആയിരുന്നു. ഇനി ലെസ് കണ്ടോ? അപ്പം നമ്മുടെ കോൺസെപ്റ്റ് സെയിം ആണ്. ഇതെന്തായി? ഇത് ഇൻകം വെച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പം പെർസെന്റേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല ടൈപ്പുകൾ പഠിക്കുമെങ്കിലും നമ്മളിപ്പം എന്താ പറയാ, ഒരു റിമൈനിങ് ടൈപ്പ് ഓഫ് പെർസെന്റേജ് എന്നുള്ളത് പഠിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോപ്പുലേഷൻ പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബേസിക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റേഷ്യോ മെത്തേഡ് വെച്ചിട്ടാണ് ആൻസേഴ്സ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ അത് പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അവർ പോപ്പുലേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. അപ്പൊ അതിന് അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇനിയിപ്പം ഞാൻ പറയാണ്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. ഇഫ് A's ഇൻകം, എയുടെ ഇൻകം എന്ന് പറയുന്നത് ലെസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ് 20% ലെസ് ദാൻ ബി. ബിയിനേലും 20% കുറവാണെങ്കിൽ ദെൻ നമ്മളിവിടെ തിരിച്ചു ചോദിക്കുകയാണ്. ദെൻ ഇൻകം ഓഫ് ബി ഇസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ദാൻ എ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 20% ലെസ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് എഴുതും? -20% എന്ന് പറഞ്ഞാൽ എത്ര? 1/5 ആണ്. സോ അടുത്തത് എന്താ വരണത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ എങ്ങനെയാണ്? പ്ലസ്സിലാണ്. ഇത് കുറയുകയാണെങ്കിൽ അടുത്ത ആൾ ഒബ്വിയസ്ലി കൂടുകയാണ് അല്ലെ. രണ്ടുപേരും A × B = C എന്നാണ് അല്ലെ. രണ്ടുപേരും കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ രണ്ടുപേരും കൂടുന്നു. അതായത് അടുത്ത ആൾ ഇവിടെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത ആൾ എന്താണ്? അതിന്റെ ചേഞ്ച് കൂടുകയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 അതേപോലെ തന്നെ വെക്കുക. ഇവിടെ എന്ത് ചെയ്യുക? 5ൽ നിന്ന് 1 കുറയ്ക്കുക, 4 എന്ന് വരും. 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 25% ഇൻക്രീസ് ചെയ്യണമെന്ന് ആൻസർ കിട്ടി. അപ്പൊ ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ്. അതായത് ആദ്യം അവർ രണ്ടുപേരെ റിലേറ്റ് ചെയ്തിട്ട് ഇന്ന ആളുടെ ഇത് ഇതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആള് ഇയാളെ വെച്ച് നോക്കുമ്പോൾ എത്ര കുറവാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ട്രിക്ക് പഠിക്കുമ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ. അതിൽ എന്തെങ്കിലും ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഏജസ് പഠിക്കില്ലേ? ഏജിന്റെ കാര്യത്തിൽ വരും. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഏജിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഏജ് ഓഫ് റാം ഇസ് 20 years. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇത് ഏജിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ അങ്ങനെ ചിന്തിക്കാനാണ് നമുക്ക് തോന്നുക. അപ്പൊ ഇത് ഏജസ് പോലെ ആണെങ്കിലും നമുക്കറിയാം പെർസെന്റേജും റേഷ്യോ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. ഇപ്പൊ ഇഫ് ഏജ് ഓഫ് റാം ആണല്ലേ നമ്മൾ എഴുതുക. അപ്പൊ ഇഫ് ഏജ് ഓഫ് ആരാണ്? ഇപ്പൊ സേ Ravi, if age of Ravi is
25% greater than age of Ram. അങ്ങനെയാണെങ്കിൽ then how much percentage Ram's age is less than Ravi's age? See, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഇവിടെ ഞാൻ മാറ്റട്ടെ, 20 years എന്ന് പറയുന്നതിന് പകരം അവര് ഏജ് തന്നിരുന്നത് ഇങ്ങനെയായിരുന്നു, 16.98 years എന്നായിരുന്നു. അപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഏജിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 16.98ന്റെ 25% കണ്ടുപിടിച്ച്, അല്ലെ, ഏജ് ഓഫ് റവി എന്ന് പറയുന്നത് റാമിന്റെ ഏജിനേക്കാൾ 25% കൂടുതലാണ്. അപ്പൊ റവിയുടെ ഏജ് ശരിക്കും നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു, 16.98 പ്ലസ് 25% ഓഫ് 16.98 ചെയ്യുമ്പോഴാണ് നമുക്ക് റവിയുടെ ഏജ് കിട്ടുന്നത്, അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ റിലേഷൻ ഉണ്ടാക്കും, ഒരുപാട് നമ്മുടെ സമയം പോകും. പക്ഷെ നമ്മളിപ്പോ പഠിച്ച ട്രിക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതാക്കും. ഈ ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിതെറ്റിക്കാൻ തന്നിരിക്കുന്ന ഒരു ഡാറ്റയാണ്. ഇതിന്റെ ആവശ്യമുണ്ടോ നമുക്കിവിടെ? ഇപ്പം എന്തായിരുന്നു, റവിയുടെ ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, റാമിന്റെ ഏജിനെ വെച്ച് നോക്കുമ്പോൾ റവിയുടെ ഏജ് എത്രത്തോളം കുറവാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏജ് ഓഫ് റാം ഇസ് 25% ഗ്രേറ്റർ ആണ്. അപ്പൊ റാമിന്റെ ഏജ് എന്ന് പറയുന്നത് 25% ഗ്രേറ്റർ ആണ്. അപ്പൊ നമ്മൾ എഴുതി +1/4 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം, നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഹൗ മച്ച് പെർസെന്റേജ് റാംസ് ഏജ് ഇസ് ലെസ് ദാൻ റവീസ് ഏജ്. നമ്മൾ പഠിച്ച ട്രിക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ. ആദ്യം റാമിന്റെ ഏജ് എത്ര കൂടുന്നു, റവിനേക്കാൾ എത്ര കൂടുന്നു എന്ന് പറയണു. അത് കഴിഞ്ഞിട്ട് എന്താ, റവിയുടെ എത്ര ലെസ് ആണെന്ന് ചോദിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, മൈനസ് വരിക, 1 ഇവിടെ വരും, 4 + 1 ഇറ്റ് ഇസ് 5. സോ സെയിം തന്നെ എന്ത് വരും, 1/5 ഇറ്റ് ഇസ് ഈക്വൽ ടു 20% എന്ന് വരും. 1/5 20 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 1/5 × 100 വിച്ച് ഇസ് ഈക്വൽ ടു 20%. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരും. ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് എല്ലാം ഒരേ ക്വസ്റ്റ്യൻ ആണ്, ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരും. അതായത് ഇപ്പം എന്താ പറയാ, ഇപ്പം ഞാനിപ്പോ ട്രെയിനിന്റെ പേര് പറയണില്ല, മോസ്റ്റ്ലി ഇപ്പൊ എനിക്ക് എഴുതാൻ മടിയായതുകൊണ്ടാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻസിൽ ഇപ്പം ഇഫ് രാജധാനി, ജനശതാബ്ദി, അങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ്, വലിയ വലിയ പേരൊക്കെ ഉള്ള ട്രെയിൻ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ട്രെയിൻ എ, ട്രെയിൻ ബി എന്ന് വിളിക്കുന്നു, എനിക്ക് എഴുതാൻ ഈസിക്ക്. ഇഫ് ട്രെയിൻ എ ഇസ് 16 2/3% സ്ലോവർ ദാൻ ട്രെയിൻ ബി. അപ്പൊ ഇവര് മോസ്റ്റ്ലി ഈ ട്രെയിനിന് വലിയ വലിയ പേരുണ്ട്. ആക്ച്വലി ഇല്ലേ, ഈ പെർസെന്റേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിരിക്കും. ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ട് സോൾവ് ചെയ്യും. പക്ഷെ നമ്മൾ വായിച്ച് നമ്മുടെ സമയം കളയാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 5-6-7 സെന്റൻസ് ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ മെയിൻലി റെയിൽവേക്കൊക്കെ ആവുമ്പോൾ പെർസെന്റേജ് എന്നാണെങ്കിലും ഇവർ ചോദിക്കുന്ന ബേസിക് ഒരു ലൈനിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഈ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് വായിക്കാൻ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മടി വരും. പിന്നെ വലിയ വലിയ ട്രെയിനിന്റെ പേരുകളും അവർ തരും. അപ്പൊ ഇപ്പൊ ഈ ഒരു ട്രെയിൻ എ, ട്രെയിൻ ബി, അവരിപ്പോ രാജധാനി, ജനശതാബ്ദി, അങ്ങനെ വലിയ 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 പേരുകൾ അവരവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുക, ഇഫ് ട്രെയിൻ ഈസ് ഇത്രയാണ്, സ്ലോവർ ആണ് തന്നിരിക്കുന്നത്, മൈനസ് ആ ചെയ്യേണ്ടത്. ദെൻ ട്രെയിൻ ബി, നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ദെൻ ട്രെയിൻ ബി ഇസ് ഫാസ്റ്റർ ദാൻ ട്രെയിൻ എ ബൈ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഈ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറയുന്നത് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇൻകം പോലുള്ള ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ എന്റെ ഇൻകം എന്ന് പറയുന്നത് എന്താ പറയാ, വേറൊരാളുടെ ഇൻകത്തിനേക്കാൾ ഇത്ര കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇൻകം എന്റെ ഇൻകത്തിനേക്കാൾ എത്ര ലെസ് പെർസെന്റേജ് ആണ്. അപ്പൊ ഇൻകത്തിൽ യൂസ് ചെയ്യാം, സ്പീഡ്, അങ്ങനെ എല്ലാ ടോപ്പിക്സിനെയും കണക്ട് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, പെർസെന്റേജ് കാണുമ്പോൾ എപ്പോഴും പെർസെന്റേജിലെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് പോവാട്ടോ. അപ്പൊ ഈ 16 2/3% കാണുമ്പോഴേ നമുക്കറിയാം അത് എന്താണ്. 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്, അല്ലെ. 1/6 ആണ്. അപ്പം സ്ലോവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് -1/6. അപ്പൊ അടുത്തത് എന്ത് വരും, +1/6 1 പോയ 5. സോ 1/5 എന്താണ്, വീണ്ടും 20%. അപ്പൊ 20% എങ്ങനെയാണ്, ഫാസ്റ്റർ ആണ്. കണ്ടോ, ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഈ ട്രിക്ക് അറിയാത്തവർക്ക് ഈ ആൻസർ കിട്ടത്തില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം. ഒന്നാമത് ക്വസ്റ്റ്യൻ ലോഡായി വരാൻ നമുക്ക് ഇത് ടോപ്പിക്കിലാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കണക്ഷൻസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ എക്സ്പെൻഡിച്ചർ പ്രോബ്ലംസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവാണല്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൺസെപ്ഷൻ ആണ്. പ്രൈസ് ഇൻടു എത്ര ക്വാണ്ടിറ്റി വാങ്ങി, പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി വാങ്ങി അല്ലെങ്കിൽ എത്ര കൺസ്യൂം ചെയ്തു അല്ലെ. അപ്പൊ പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി തന്നെയാണ് കൺസെപ്ഷൻ. ഇപ്പൊ ഞാൻ 5 കിലോ വാങ്ങി, 10 കിലോ വാങ്ങി, അല്ലെങ്കിൽ അതിൽ ഇത്ര കൺസ്യൂം ചെയ്തു. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ കിലോ കണക്കിന് അല്ലെങ്കിൽ ആ ഒരു ഇതില്. ഇനിയിപ്പോ ക്വാണ്ടിറ്റിനെ തന്നെ നമുക്ക് കൺസെപ്ഷൻ ആയിട്ടും എടുക്കാം അല്ലെ, എത്ര കൺസ്യൂം ചെയ്തു, കൺസെപ്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത് അല്ലെ, എക്സ്പെൻഡിച്ചർ. സോ ഇവിടുന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മൾ എ ബി റൂൾ വെച്ചാൽ ചെയ്യാം. അപ്പൊ എ ബി റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ടും കൂടുന്നുണ്ടോ കോൺസ്റ്റന്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാലും എ ഇൻടു ബി ഇസ് ഈക്വൽ ടു അനദർ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഞാൻ പറയട്ടെ. പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പ്രൈസ് കൂട്ടി, ക്വാണ്ടിറ്റിയും കൂട്ടി, അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്ര ശതമാനം കൂടും. അല്ലെങ്കിൽ പ്രൈസ് കൂട്ടി എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിച്ചു. ഇല്ലെങ്കിൽ പ്രൈസ് കൂട്ടി ക്വാണ്ടിറ്റി കുറച്ചു, അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിന് എന്ത് സംഭവിച്ചു. അപ്പൊ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർസെന്റേജിന് എപ്പോഴും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതില് ഈ എല്ലാ കാറ്റഗറിയും കവർ ചെയ്തിട്ട് അവർ ചോദിക്കും. അതുകൊണ്ടാണ് പെർസെന്റേജും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും ഭയങ്കര വെയിറ്റേജ് ഉള്ള പോലത്തെ, അതായത് മസ്റ്റ് ആയിട്ടും നമ്മൾ പഠിക്കേണ്ടതും. ഇനിയിപ്പോ നമ്മള് എന്താ പറയാ, ഈ പെർസെന്റേജ് നല്ല രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ഡിസ്കൗണ്ടും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാത്സ് മൊത്തമായിട്ട് എന്താ പറയാ, ആപ്റ്റിറ്റ്യൂഡ് മൊത്തമായിട്ട് കവർ ആവും. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ് ദ പ്രൈസ് ഓഫ് ഷുഗർ. ഞാനിപ്പോ ഒരു ബേസിക് ക്വസ്റ്റൻ എഴുതാണ് എന്ന് വിചാരിക്കും. ഞാൻ എഴുതുന്ന ക്വസ്റ്റൻ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ പ്രൈസ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത്, ഷുഗറിന്റെ പ്രൈസ് ഞാൻ എന്ത് ചെയ്തു, ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. 25% ഞാൻ ഷുഗറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് then by how much percentage the consumption decreases. കൺസംപ്ഷൻ എത്ര പെർസെന്റേജ് ഡിക്രീസസ് സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, എക്സ്പെൻഡിച്ചർ റിമെയിൻസ് സെയിം. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് നമുക്കറിയാം ഷുഗറിന്റെ പ്രൈസ് കൂടി അല്ലെ, 25% ഷുഗറിന്റെ പ്രൈസ് കൂടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്ക് എ ഇൻടു ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ സെയിം ഫോർമുല യൂസ് ചെയ്യുക, 1/4 ആണ്. സോ ഇവിടെ എന്തൊരു -1/4 + 1 = 5. വീണ്ടും എന്ത് തന്നെ വന്നു, 20% എന്ന് പറഞ്ഞിട്ട് ആൻസർ വന്നു. അപ്പൊ പ്രൈസ് കോൺസെപ്ഷനിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാം. എങ്ങനെയായിരിക്കും, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്ന കേസസിൽ നമുക്ക് നമ്മളുടെ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇത്ര പെർസെന്റേജ് കൂടി, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പെർസെന്റേജ് കുറഞ്ഞു എന്നുള്ള പോലത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രിക്ക് വർക്ക് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇത് ട്രിക്ക് ഇല്ലാതെ എങ്ങനെ ചെയ്യും അല്ലെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇത് ട്രിക്ക് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത് നോർമലി ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ നോർമലി ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൈസ് ഓഫ് ദ ഷുഗർ 25% കൂടി എന്നാ പറഞ്ഞത്. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ 1/4 കൂടി അല്ലെ. അപ്പൊ ഷുഗറിന്റെ പ്രൈസ് എന്ന് പറയണത്, ആദ്യത്തെ പ്രൈസ് ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും ആണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ആദ്യത്തെ പ്രൈസ് ഷുഗറിന്റെ ഓൾഡ് പ്രൈസ് എന്ന് പറയണത് ഞാൻ പറയാണ് എന്തായിരുന്നു, 4 ആയിരുന്നു എങ്കിൽ ന്യൂ പ്രൈസ് എത്രയാണ്, 5 ആണ് അല്ലെ. ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്തിന്റെയാണ്, കൺസെപ്ഷൻ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൺസെപ്ഷൻ ഞാൻ എഴുതുകയാണ്, പ്രൈസ് ഇതാണ്, കൺസെപ്ഷൻ ഇതാണ്. എക്സ്പെൻഡിച്ചർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ സെയിം ആണ്, എക്സ്പെൻഡിച്ചർ റിമെയിൻസ് ദ സെയിം, എക്സ്പെൻഡിച്ചർ സെയിം ആണ്. സോ എക്സ്പെൻഡിച്ചർ സെയിം ആവാൻ നേരത്ത് ഇവിടെ കൺസെപ്ഷൻ എത്രയാ വരിക എന്ന് ചോദിച്ചാൽ, ഇതിനെ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു
പ്രൈസ് ഇൻറ്റു കോൺസെപ്ഷൻ ആണ്. സോ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്രൈസ് ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ബൈ കൺസെപ്ഷൻ, അല്ലെങ്കിൽ പ്രൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസെപ്ഷൻ. അപ്പൊ ഇതിന്റെ നേരെ തിരിച്ചെഴുതിയാൽ മതി റേഷ്യോ. ഇതിന്റെ നേരെ തിരിച്ചെഴുതിയാൽ മതി. കൺസെപ്ഷൻ എങ്ങനെയാവും? 5:4 ആവും. എപ്പോഴാണ് നമ്മൾ ഈ റേഷ്യോ തിരിച്ചെഴുതുന്നത്? എക്സ്പെൻഡിച്ചർ സെയിം ആവുമ്പോൾ പ്രൈസിന്റെ നേരെ തല തിരിഞ്ഞായിരിക്കും എന്ത് വരിക? കൺസെപ്ഷൻ വരിക. നമ്മൾ ടൈം ഇൻ വർക്ക് ചാപ്റ്റർ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, ഇതുപോലെ ടൈം ഇൻ വർക്ക് ചെയ്യാൻ നേരത്തെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ടൈമും ഇതുപോലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പഠിച്ചായിരുന്നു. ടൈം ഇസ് വർക്ക് ഇസ് ഈക്വൽ ടു ടൈം ഇൻ ടു എഫിഷ്യൻസി ആയിരുന്നു അല്ലെ. അപ്പം എത്ര എഫിഷ്യൻസി ചെയ്യുന്ന വർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ടൈമും എഫിഷ്യൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് എന്തായിരുന്നു? അപ്പൊ അതേപോലെയാണ് ഈ പ്രൈസും കൺസെപ്ഷനും വരിക. അപ്പൊ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ഷൻ നേരെ തിരിച്ചു വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മനസ്സിലായി കൺസെപ്ഷന്റെ റേഷ്യോ 5:4 ആണ്. ഇവരുടെ ഡിഫറൻസ് എത്രയാ? കൺസെപ്ഷൻ 5-ൽ നിന്ന് 4 ആയിട്ട് കുറഞ്ഞു. എന്ത് സംഭവിച്ചപ്പം? വില കൂടിയപ്പം. അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക. ഇപ്പൊ ഒരു സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് വാങ്ങുന്നത് ഒന്ന് കുറയും. ആ ഒരു വാങ്ങുന്ന ട്രെൻഡ് കുറയും. വില കുറഞ്ഞാൽ എല്ലാവരും കുറെ വാങ്ങും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 1/5 into 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 20% നമുക്ക് ആൻസർ കിട്ടി.